ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ കറി കണ്ടാലോ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഈ വെജിറ്റബിൾ കറി പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 11:30 സമയം. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുമണീസിനെ രണ്ടും ഉറക്കി കിടത്തിയിരിക്കുകയാണ്. കൊച്ചാച്ചൻ അവരുടെ കൂടി ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പറ്റുന്ന പോലെ മാറി മാറിയാണ് കേട്ടോ പറ്റുന്ന പോലെ കുക്ക് ചെയ്യുന്നത്. കൊച്ചാച്ചൻ രാവിലെ വർക്കിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. രാവിലെ അവർ ഉണരുന്ന സമയത്തൊക്കെ എനിക്ക് അവർക്ക് ക്ഷീണം മാറി ഡ്യൂട്ടി തുടങ്ങാറാകുന്നു. ഇപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. നൈറ്റിൻ്റെ ക്ഷീണം രാവിലെ അവർ ഉറങ്ങുന്നപ്പോൾ ഒക്കെ ഉറങ്ങി തീർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പം എനിക്ക് 2 ദിവസമായിട്ട് ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ പറ്റുന്ന പോലെ ഒരുമിച്ചൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്താണ് സർവൈവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുമണീസിനെ നോക്കാൻ ഇപ്പം നമ്മളല്ലേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ സ്വർഗ്ഗം ആയിരുന്നു. നമ്മുടെ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെയൊക്കെ ഇപ്പോൾ സ്മരിക്കുന്നു. അവരുടെ കരുതലും കാവലും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. ചേച്ചി, അനിയത്തി, അനിയൻ എല്ലാവരും ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ദൈവാച്ചനൊക്കെ പൂർണ്ണമായിട്ട് എല്ലാവരുടെയും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഭയങ്കര പേരൻറ്റ്ഹുഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ സ്ട്രഗിൾസും ഒക്കെ ഉണ്ടെങ്കിലും അതല്ലേ ലൈഫ് അല്ലേ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കറിയിലേക്ക് വരാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുത്ത വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് പച്ചമുളകും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഗരം മസാലയും ഈ സിബ്ലയുടെ മസാലക്കൂട്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഓൾറെഡി വെജീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീം കളഞ്ഞതിന് ശേഷം പച്ചക്കറി അതിലേക്ക് ആഡ് ചെയ്ത് ചെറിയ തീയിൽ ആദ്യം മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞ് വേണം കേട്ടോ പച്ചക്കറികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ലൂക്ക് വാം വാട്ടറിലേക്ക് മാഗിയുടെ പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കലക്കി അത് ആഡ് ചെയ്ത് കൊടുത്ത് അത് ചെറിയ തീയിലൊന്ന് വാട്ടി ആവശ്യമെങ്കിൽ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഓൺ മസാലാസാണ് എപ്പോഴും ഹെൽത്തി. ഇതൊന്ന് ട്രൈ ചെയ്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യാം.